നമ്മുടെ സാബുമാനും അനുമോളും കൂടെ നെവിനെ അങ്ങ് പൊരിച്ചടുക്കിയിരിക്കുകയാണ്. വട്ടം കറങ്ങി നടന്ന് നെവിൻ കിടക്കുന്ന സോഫയുടെ ചുറ്റും വട്ടം കറങ്ങി രണ്ടുപേരും കൂടെ നെവിനെ അങ്ങ് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം സാബുമാൻ ഇത്രയൊക്കെ ചെയ്യുമോ? കാരണം നെവിൻ ഒരു കൊമ്പും ഒരു അഹങ്കാരവും കൂടുതലുള്ള ഒരാളായിരുന്നു. ചുമ്മാ സാബുമാനായിട്ട് പാട്ട ഗേൾസിൻ്റെ ഗൈഡാണെന്നും അവരുടെ പുറകെ നടക്കുകയാണെന്നും ഒക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ സാബുമാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. സാബുമാൻ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്, നീ അക്ബറിൻ്റെ പുറകെ നടക്കുകയാണ്, അക്ബറിൻ്റെ വെറും പാവയാണ്, അക്ബറിൻ്റെ കാലുനക്കിയാണ്, അടിമയാണ് എന്നൊക്കെ പറഞ്ഞു, കുറേ പറഞ്ഞു. അതേപോലെ നിന്നെപ്പോലെ ഒരു കള്ളനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നെവിൻ പറഞ്ഞു, ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, നിന്നെപ്പോലെ റിലാക്സേഷന് വന്നതല്ലെന്ന്. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഗെയിം റിലാക്സേഷന് വന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നിന്നെപ്പോലൊരു ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരുടെ സാധനം കട്ടെടുത്ത് തിന്നുന്ന അങ്ങനത്തെ ഒരു ചീഞ്ഞ ഗെയിം ഞാൻ കളിക്കത്തില്ലടാ. നീ ഫുഡ് മോഷ്ടിക്കും, പറ്റിക്കും എല്ലാവരെയും, എന്നിട്ട് അക്ബറിൻ്റെ അടിമയായിട്ട് നീ അക്ബറിൻ്റെ കാല് നക്കി ഇവിടെ കഴിയല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാൻ നല്ല പോലെ പറയുന്നുണ്ട്. അതേപോലെ അനുമോൾ പറയാണ്, ഇത്രയും നാൾ അക്ബറിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു, ഇപ്പം അക്ബറിനെ മതി, ഇപ്പം അക്ബറിൻ്റെ പുറകിൽ അവൻ കയറി പിടിച്ചിട്ടുണ്ട്, അക്ബറിൻ്റെ സാരി ഉണ്ടായിരുന്നെങ്കിൽ അക്ബറിൻ്റെ സാരത്തുമ്പേ അവൻ നടന്നേനെ എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട്. അതേപോലെ അവൻ പറയുവാണ്, ഓരോ സമയത്തും അവൻ ഓരോരുത്തർ വേണം. പ്രവീൺ വന്നപ്പം പ്രവീൺ, പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അടുത്ത ആൾ, ഇപ്പോൾ എല്ലാവരും പോയി, ലാസ്റ്റിൽ അക്ബർ മാത്രമായെന്ന് കണ്ടപ്പോൾ അവൻ അക്ബറിൻ്റെ പുറകെ പിടിച്ച് നടക്കുകയാണ്. ഇവന് നാണമുണ്ടോ? മര്യാദയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട്. അതേപോലെ അവൻ കഴിഞ്ഞ രാത്രി ഫുൾ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യായിരുന്നു, ഒന്നും ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്ന്, മനീഷേൻ്റെ അടുത്ത് പോയി കിടന്നു, അനുമോളുടെ അടുത്ത് പോയി കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മീൻസ് അടുത്ത് പോയി ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ അനുമോൾ പറയുന്നുണ്ട്, ഇനി എൻ്റെ അടുത്തിട്ട് വന്നാൽ ഞാൻ നിന്നെ വലിച്ച് കീറുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നെവിൻ പറയണത്, നിൻ്റെ പാവയുണ്ടല്ലോ, നിൻ്റെ പാവയെ ഞാൻ എടുത്ത് കളയുമെന്ന്. അപ്പോൾ അനുമോൾ പറയണം, എടാ നിനക്ക് നിൻ്റെ പാവയും എൻ്റെ പെർഫ്യൂമും ഒക്കെ തൊടാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ, നീ നേരെ വാടാ, നേർക്ക് നേരെ വാടാ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇമോഷണൽ വെച്ചിട്ട് അവരുടെ പാവ എടുക്കുന്നു, അവരുടെ സാധനങ്ങൾ എടുക്കുന്നു, നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. നെവിൻ കിടക്കുന്ന സോഫയുടെ ചുറ്റും നടന്നിട്ടാണ് അവർ ഈ ഫൈറ്റ് ചെയ്യുന്നത്. നെവിൻ അവിടെ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അനുമോളും അതേപോലെ സാബുമാനും ചുറ്റും നടന്നുകൊണ്ട് നെവിനിട്ട് എന്താ പറയുക, വട്ടത്തിൽ ഊക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, അതേ സംഭവമായിരുന്നു, അങ്ങ് പൊരിച്ചടുക്കി. നെവിൻ ഒരു അത്യാവശ്യമായിരുന്നു ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്. നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാരും പറയാനില്ലാത്തത് കൊണ്ട് പിന്നെ അനുമോൾ എന്ത് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് നെവിനുണ്ട്. നെവിൻ ആ ഒരു കോൺഫിഡൻസിൻ്റെ ബലത്തിലാണ്, കാരണം ലാലേട്ടൻ പറയില്ല, ബിഗ് ബോസ് പറയില്ല, ആരും ഒന്നും നെവിനെ തിരിച്ച് പറയില്ല, അപ്പോൾ എന്തും പറയാം എന്നുള്ളൊരു ധൈര്യമായിരുന്നു. പക്ഷേ സാബുമാനും അനുമോളും കൂടെ നിർത്തി അങ്ങ് പൊരിച്ചു, നല്ല വൃത്തിക്ക് അങ്ങ് വടിച്ചെടുത്തിട്ടുണ്ട്. അക്ബർ അത് കേട്ടോണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, അക്ബറിൻ്റെ കാലിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും എന്തായാലും നല്ല വൃത്തിക്ക് കൊടുത്തു.